KSRTCയുടെ കർണാടകയിലേക്കുള്ള സർവീസുകളിൽ ടിക്കറ്റ് നിരക്ക് വർധന. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. KSRTC കർണാടകയിലേക്ക് നടത്തുന്ന സർവീസുകളിൽ ടിക്കറ്റ് നിരക്കിൽ വർധന ഏർപ്പെടുത്തി. ഇന്നു മുതൽ ടിക്കറ്റ് നിരക്ക് വർധന പ്രാബല്യത്തിൽ വരും. കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് ഈ നടപടി. അന്തർ സംസ്ഥാന കരാർ പ്രകാരം ടിക്കറ്റ് നിരക്കുകൾ ഏകീകൃതമായിരിക്കണമെന്ന് ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ധാരണയുണ്ട്. ബസ് ടിക്കറ്റ് നിരക്ക് 15% വർദ്ധിപ്പിക്കാൻ കർണാടക സർക്കാർ തീരുമാനിച്ചതായി നിയമ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി HK പാട്ടീലാണ് അറിയിച്ചത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനം. ഇന്ധനവിലയും ജീവനക്കാരുടെ വേതനവും അടക്കമുള്ള ചിലവ് വർദ്ധിക്കുന്നതുൾപ്പെടെ പ്രവർത്തന ചിലവിലെ ഗണ്യമായ വർധനവ് കണക്കിലെടുത്താണ് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, നോർത്ത് വെസ്റ്റ് കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, കല്യാണ കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, ബാംഗ്ലൂർ മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നീ 4 സംസ്ഥാന ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളുടെ ബസ് നിരക്ക് പരിഷ്കരിക്കാനാണ് മന്ത്രിസഭ തീരുമാനിച്ചത്. നിരക്ക് വർധന ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രി അറിയിച്ചു. 2015 ജനുവരി 10 ഡീസൽ വില ലിറ്ററിന് 60.9 രൂപയായിരുന്നപ്പോഴാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളുടെ ബസ് ചാർജുകൾ അവസാനമായി വർദ്ധിപ്പിച്ചതെന്ന് പാട്ടീൽ പറഞ്ഞു. 4 കോർപ്പറേഷനുകളുടെ പ്രതിദിന ഡീസൽ ഉപഭോഗം 10 വർഷത്തിനു മുൻപ് 9.16 കോടി രൂപയായിരുന്നത് ഇപ്പോൾ 13.21 കോടി രൂപയായി വർദ്ധിച്ചു. ഈ 4 കോർപ്പറേഷനുകളിലെയും ജീവനക്കാർക്കുള്ള ചിലവ് പ്രതിദിനം 12.95 കോടി രൂപയായിരുന്നു. ഇപ്പോൾ പ്രതിദിനം 18.36 കോടി രൂപയായി ഇത് ഉയർന്നിട്ടുണ്ട്. അതേസമയം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന ശക്തി പദ്ധതി തുടരുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. 15% വർധനവിന് ശേഷവും അയൽ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കർണാടകയിൽ ബസ് ചാർജ് കുറവാണെന്നും മന്ത്രി അവകാശപ്പെടുന്നുണ്ട്.